മക്കളെ, സ്നേഹമാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അതായത് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ സൂപ്പറായിട്ട് നമ്മൾ കഴിഞ്ഞതാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ രൂരു അല്ലേ. രൂരു ഒരു കങ്കാരു കുട്ടീൻ്റെ കഥയായിരുന്നു അല്ലേ. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഈ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് മക്കൾക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, രൂരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതൊരു കഹാനിയാണ്, എന്താണ്, ഒരു കഥയായിരുന്നു അല്ലേ നമ്മുടെ രൂരു എന്ന് പറയുന്നത്. രൂരു ആരായിരുന്നു നോക്കിക്കേ, നമ്മുടെ ഒരു കങ്കാരുടെ കുട്ടിയാണ് അല്ലേ. ഒരു കങ്കാരു അമ്മയുണ്ട്, ഒരു കങ്കാരു കുട്ടിയുണ്ട്. ഈ രൂരു എന്താണ്, എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് അവൻ എന്ത് രൂരു, രോന എന്ന് വെച്ചാൽ എന്താണ്, കരയുക എന്നുള്ള അർത്ഥമാണ് അല്ലേ. രൂരു എന്ന് പേരിടാൻ കാരണം എന്താണ്, അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടുള്ളൊരു കുട്ടിയാണ്. അവൻ എന്തിനായിരുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് അറിയാം. എന്താണ്, അവന് ഫുള്ള് ഒറ്റപ്പെടലായിട്ട് അവൻ എന്താണ്, പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അവന് ഫ്രണ്ട്സ് ഇല്ല, ദോസ്തൊന്നും ഇല്ല. ദോസ്ത് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രണ്ടാണ് അല്ലേ. ഒരു ദോസ്ത് ഇല്ലാത്തതാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതറിഞ്ഞ സമയത്ത് നമ്മുടെ കങ്കാരു അമ്മ എന്ത് ചെയ്തു, കങ്കാരു അമ്മ വേഗം പോയിട്ട് അവൻ എന്ത് ചെയ്തു, കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വിചാരിച്ചിട്ട് അവനെ അങ്ങ് എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു സഞ്ചിൻ്റെ ഉള്ളിലാണ് ഇത്രയും കാലം അവൻ ഇരുന്നത് അല്ലേ. അവൻ തലേന്ന് പൊക്കി നോക്കൂലായിരുന്നു. അത്രയ്ക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് അവന് ഇൻട്രോവേർട്ടാന്നൊക്കെ നമുക്ക് പറയാമല്ലോ. വേണമെങ്കിൽ അവൻ ഇൻട്രോവേർട്ടായിരുന്നു നമ്മുടെ രൂരുമോൻ. അപ്പം രൂരുമോൻ എന്ത് ചെയ്തു, ലാസ്റ്റ് രൂരുമോനെ അവിടേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുകയാണ് അല്ലേ, നമ്മുടെ പ്രകൃതിയിലേക്ക്, ദുനിയയിലേക്ക്, വേൾഡ് കാണാൻ വേണ്ടി ഇറക്കി കൊടുക്കുകയാണ് നമ്മുടെ അമ്മ. അതിനുശേഷം അവൻ എന്ത് ചെയ്യാണ്, ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ മെയിനായിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷീനെ അവൻ പരിചയപ്പെടുകയാണ്. പക്ഷീനെ അവൻ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അവൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങൾ അല്ലേ, പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് വയ്യാതായ സമയത്ത് അമ്മയുടെ സഞ്ചിയിൽ വളരെ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്ന കഥയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്, അന്ന് രാത്രി അവരെല്ലാവരും കൂടി ഒരുമിച്ച് അമ്മയുടെ സഞ്ചിയിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അമ്മയുടെ പോക്കറ്റിൽ അമ്മയുടെ ജേബ് എന്നാണ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത്. ജേബ് എന്ന് വെച്ചാൽ എന്താണ്, പോക്കറ്റ് എന്നുള്ള അർത്ഥമാണ്. അമ്മയുടെ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, അമ്മയുടെ ആ പൗച്ചാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ, കങ്കാരുടെ. അപ്പൊ അവിടെ എന്താണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് നിന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ കഥ അല്ലേ. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇല്ലേ. ഇനി അതിൽ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് തരുന്നുണ്ട്. അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പേജ് നമ്പർ എന്താണ്, കുറച്ച്, അതായത് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പേജിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം കാണുന്നുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് മിസ് മലയാളത്തിൽ പറയും. അപ്പം ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, മലയാളത്തിൽ സൈഡിൽ അർത്ഥങ്ങളൊക്കെ എഴുതിയെടുക്കണം. എന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നോക്കിക്കേ, ജേബ് സെ സിർ ബാഹർ നിക്കാൽനെ പർ റൂനെ ക്യാ ക്യാ ദേഖേ ഹോഗേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ജേബ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, അമ്മയുടെ ആ പോക്കറ്റ്, അമ്മയുടെ പൗച്ചാണ് പറയുന്നത് അല്ലേ നമ്മുടെ കങ്കാരുടെ. അപ്പൊ എന്താണ്, ജേബ് സെ. സിർ എന്ന് വെച്ചാൽ എന്താണ്, തല. നമ്മുടെ കങ്കാരു ചിക്കൻ എന്താണ്, രൂരു ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് മക്കളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ജേബ് സെ സിർ ബാഹർ എന്ന് വെച്ചാൽ എന്താണ്, പുറത്ത് എന്നുള്ള അർത്ഥം കേട്ടോ, പുറത്ത് എന്നുള്ള അർത്ഥമാണ്. പുറത്ത് നിക്കാൽനെ പർ, പുറത്ത് ഇട്ട സമയത്ത്, നമ്മുടെ സിറ് പുറത്തിട്ട സമയത്ത്, റൂനെ നമ്മുടെ രൂരു ക്യാ ക്യാ ദേഖേ ഹോങ്കെ, എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അറിയാത്ത മക്കളെ എഴുതിയെടുക്കണേ, മിസ് പറയുന്ന മലയാളം എഴുതിയെടുക്കണം. നോക്കാം, ക്യാ ക്യാ ദേഖേ ഹോങ്കെ എന്ന് വെച്ചാൽ എന്തെല്ലാമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ഈ മക്കള് അതാലോചിച്ച് പേടിക്കൊന്നും വേണ്ട. കണ്ടോ, ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ. ഈ പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, മക്കള് പറഞ്ഞാൽ മതി എന്തൊക്കെയായിരിക്കും നമ്മുടെ രൂരു കണ്ടിട്ടുണ്ടാവുക. രൂരു ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ആളുകളുടെ പേരെങ്കിലും മക്കൾ എഴുതി വെച്ചാൽ മതി. മക്കൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാത്തി ഉണ്ട്, ഖർഗോഷ് മുയലുണ്ട്, പാമ്പുണ്ട്, പിന്നെ കൊരങ്ങൻ ചെക്കന് നമ്മൾ എന്താ പറയുന്നത്, കൊരങ്ങന് നമ്മൾ ബന്ദർ എന്നാണ് പറയുന്നത്, ബന്ദർ ഉണ്ട്. പിന്നെന്താണ്, ബാലു ഉണ്ട്, ബാലു എന്ന് വെച്ചാൽ എന്താണ്, കരടി ഉണ്ട്. പിന്നെന്താണ്, ലോമിഡി ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവരുടെ പേര് എഴുതി വെച്ചാലും മതി. ഇവരെ മുഴുവനായിട്ട് എഴുതിയില്ലെങ്കിലും കുറച്ച് ആളുകളെങ്കിലും മക്കളെ എഴുതി വെക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആൻസർ എഴുതുകയാണ് കേട്ടോ. ആരൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് കണ്ടത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ജേബ് സെ നിക്കൽനെ പർ വെച്ച് എന്താണ്, ആ പുറത്ത് വന്നപ്പോൾ എന്നുള്ള അർത്ഥം കേട്ടോ. പുറത്ത് വന്നപ്പോൾ, നമ്മുടെ ജേബ് എന്താണ്, പോക്കറ്റ് ആണ് കേട്ടോ. വന്നപ്പോൾ റൂനെ നമ്മുടെ രൂരു എന്തൊക്കെ കണ്ടു എന്നാ പറയുന്നത്, പേട് പൗതേ, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പേട് പൗതേ വെച്ചെന്താണ്, മരങ്ങളും ചെടികളും. പേട് പൗതേ ഉണ്ടാകുന്ന മരങ്ങളും ചെടികളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ്,
ഫുൾ വെച്ചെന്നാണ് കുറേ പൂക്കൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ രൂരു പറയുന്നുണ്ട് അതൊക്കെ അല്ലേ. പിന്നെ തിത്തലി, നമ്മുടെ വേറൊരു പിക്ചറിൽ നമ്മൾ അവൻ പൂമ്പാറ്റേനെ നോക്കി നിൽക്കുന്ന ഒരു പിക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ അവൻ തിത്തലീനെ കണ്ടിട്ടുണ്ട്, ബട്ടർഫ്ലൈനെ കണ്ടിട്ടുണ്ട്, പൂമ്പാറ്റേനെ കണ്ടിട്ടുണ്ട്. പൂമ്പാറ്റയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്, തിത്തലി എന്നാണ് അല്ലേ. ഓക്കെ, തിത്തലീനെ കണ്ടു. മാത്രമല്ല ബാക്കി ടീംസിനൊക്കെ നമ്മൾ എഴുതാൻ പോവാണ്. ഹാത്തീനെ കണ്ടു, ഹാത്തി എന്താണ്, ആനയെ കണ്ടു. ബന്ദറിനെ കണ്ടു, കൊരങ്ങൻകുട്ടനെ കണ്ടു. ബാലുവിനെ കണ്ടു, കരടീനെ കണ്ടു. ജാൻവർ നോക്കിക്കേ, ജैसे जानवर को देखिए, ഒന്നുകൂടി മിസ് പറയാം. നോക്കിക്കേ, ഹാത്തി, ബന്ദർ, ബാലു, കരടി. ജैसे എന്ന് വെച്ചെന്താണ്, പോലെയുള്ള. ജാൻവറിനെ കണ്ടു, ജാൻവർ എന്ന് വെച്ചെന്താണ്, മൃഗങ്ങളെ കണ്ടു എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, ഇതിനൊന്നും എഴുതണ്ട, മക്കൾ പഠിച്ചുള്ളതാണ്. ഹാത്തി ആനയാണ്, ബന്ദർ കുരങ്ങനാന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് മിസ് എഴുതാത്ത കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും മക്കൾ എഴുതി വെക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ സെന്റൻസ് ആയി എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഹാത്തി, ബന്ദർ, തിത്തലി, ഭൂൽ, പേട്, പൗദ എന്നൊക്കെ എഴുതി വെച്ചാലും മാർക്കൊക്കെ കിട്ടും കേട്ടോ, പേടിക്കണ്ട. ഓക്കെ യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കിക്കേ. സാത്തി കോ ബുലാന और मिलकर घोंसला बनाना, यहाँ चिड़िया का कौन सा മനോഭാവ പ്രകട होता है. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ മക്കൾക്ക് ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. മലയാളം കൃത്യമായിട്ട് മിസ് പറയാം, ശരിക്കും കേൾക്കുക മക്കള്. സാത്തി കോ ബുലാന, സാത്തി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആയിരുന്നു അല്ലേ. ഫ്രണ്ടിനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫ്രണ്ടിനാണ് നമ്മൾ സാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫ്രണ്ടിനെ ബുലാന, ബുലാന വെച്ചെന്നാണ് വിളിക്കുക. ഫോൺ എടുത്ത് വിളിക്കുന്ന കാര്യമാണോ പറഞ്ഞത്, അല്ല. നമ്മൾ ആ ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പക്ഷിക്കുഞ്ഞില്ലേ, നമ്മുടെ പക്ഷി ചിടിയ, ചിടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഷ്ടപ്പെട്ട് അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയായിരുന്നു. ഫ്രണ്ടിനെ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ പക്ഷിയുടെ ഇന്നലത്തെ എന്തിലും മഴയിലും കാറ്റിലും ഒക്കെ എന്തായി പോയിട്ടുണ്ട്, അവൻ്റെ കൂട് തകർന്നു പോയിട്ടുണ്ട്. ആ കൂടൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ടിനെ സാത്തിയെ വിളിക്കുകയായിരുന്നു അല്ലേ. ഓക്കെ, നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കണേ ക്വസ്റ്റ്യൻ മക്കള്. സാത്തി കോ ബുലാന, സാത്തിയെ വിളിക്കുക. മിൽക്കർ, മിൽക്കർ എന്ന് വെച്ചെന്താണ്, ഒരുമിച്ച് ചേർന്ന് എന്നുള്ള അർത്ഥം കേട്ടോ. ഒരുമിച്ച് ചേർന്ന് എന്തുണ്ടാക്കുക, ഘോസ്ല, നെസ്റ്റ് ഉണ്ടാക്കുക. നെസ്റ്റ്, ബനാന, നിർമ്മിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. യഹാം ചിടിയാക്ക, ഇവിടെ നമ്മുടെ ചിടിയയുടെ കോൻസ, ഏത് തരത്തിലുള്ള മനോഭാവമാണ് പ്രകട ഹോത്താഹേ, പ്രകടമാകുന്നത്. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണേ. ഒരുമിച്ച് ചേർന്ന് ഘോസ്ല ഉണ്ടാക്കുക, ഫ്രണ്ടിനെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിടിയേനെ കുറിച്ച് എന്ത് കാര്യമാണ് മനസ്സിലാവുന്നത് മക്കൾക്ക്. ചിടി എങ്ങനത്തെ ആളാണെന്നാണ് മനസ്സിലാവുന്നത്, ചിടിയുടെ ആ മനോഭാവം എങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഒരു കാര്യം പറയാം മിസ്, നമ്മുടെ രൂരു എങ്ങനെയായിരുന്നു പണ്ട്, അവന് ഫ്രണ്ട് ഉണ്ടായിരുന്നോ, ഫ്രണ്ട് ഒന്നും ഇല്ല, അവൻ എന്താണ്, ഒതുങ്ങിക്കൂടിയുള്ള ഒരാളാണ് അല്ലേ. പക്ഷെ ചിടിയ ഉണ്ടോ, ചിടി എന്താണ്, പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. ഇതിലൂടെ അവൻ്റെ ഏത് തരത്തിലുള്ള മനോഭാവം നമുക്ക് പ്രകടമാവുന്നത്, അതായത് ഏത് തരത്തിലുള്ള സ്വഭാവമാണ് മക്കൾക്ക് മനസ്സിലാവുന്നത്, അവൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ള കാര്യമല്ലേ മനസ്സിലാവുന്നത്. ഒരുപാട് ഫ്രണ്ട്സിനെ വെക്കുന്ന, ഫ്രണ്ട്സിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ആര്, നമ്മുടെ ചിടിയ എന്ന് പറയുന്നത്. സിമ്പിളാക്കി എഴുതിയാൽ മതി കേട്ടോ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ സിമ്പിളാക്കി എഴുതിയാൽ മതി, ഒരുപാടൊന്നും എഴുതണ്ട. നോക്കിക്കേ, യ ചിടിയ അന്യ ചിടിയോ സെ ദോസ്തി രഖനെ വാലി ഹേ, നമ്മുടെ സിമ്പിൾ ആൻസർ ആണ്. ഈ ഒരു ചിടിയ, ഈ ഒരു പക്ഷി എന്ന് പറയുന്നത് ബാക്കിയുള്ള പക്ഷികളുമായിട്ട് എന്താണ്, ദോസ്തി കീപ്പ് ചെയ്യുന്ന ആളാണ്, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ന് നമ്മൾ ഹിന്ദിയിൽ എഴുതി വെക്കുന്നു. നോക്കിക്കേ, യ ചിടിയ അന്യ, അന്യ എന്ന് വെച്ചാൽ വേറെ, മറ്റുള്ള എന്നുള്ള അർത്ഥം കേട്ടോ. മറ്റുള്ള ചിടിയാസെ, പക്ഷികളോട്. ദോസ്തി എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ ദോസ്തി എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്. രഖ്നെ വാലി എന്ന് വെച്ചാൽ കീപ്പ് ചെയ്യുന്ന എന്നുള്ള അർത്ഥം കേട്ടോ. കീപ്പ് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ ഈ ഒരു ആള്, ഈ ഒരു ചിടിയ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വളരെ വലുതാക്കി ഒന്നും മക്കൾ എഴുതേണ്ട, ഇത്ര എഴുതിയാൽ മതി, സിമ്പിളാണ്. ഓക്കെ യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. നോക്കിക്കേ, യഹാം റൂരു കി ചരിത്ര കി കോൻ സി വിശേഷത പ്രകട ഹോത്തി ഹേ. പേജ് നമ്പർ 26, പേജ് നമ്പർ 26 നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, എക്സ്ട്രാ ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇതേ സാധനമായിരിക്കും മക്കൾക്ക് എക്സാമിന് എന്താണ് വേറെ ടൈപ്പായിട്ട്, ഇതേപോലെ ചോദിച്ചിട്ടില്ലെങ്കിലും വേറെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് മാറിയത് കൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക, അല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളാം. നോക്കിക്കേ, യഹാം ഇവിടെ റൂരുക്കെ ചരിത്ര എന്ന് വെച്ചാൽ എന്താ അറിയോ, സ്വഭാവമാണ്. നമ്മുടെ രൂരുവിൻ്റെ സ്വഭാവം, രൂരു ചെക്കൻ്റെ സ്വഭാവം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. പാവമാണ് ആളല്ലേ, മാത്രമല്ല എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു കങ്കാരു ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ രൂരു അല്ലേ. അപ്പം നോക്കിക്കേ, ചരിത്രയ്ക്ക് സ്വഭാവം, അവൻ്റെ സ്വഭാവം
ത്തിന്റെ കോൺസി വിശേഷത, എന്ത് വിശേഷതയാണ് പ്രകട് ഹോത്തി ഹെ? പ്രകട് ഹോന എന്താണ്? അതില് പ്രകടമാകുന്നത്, മനസ്സിലാകുന്നത് എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. പ്രകടം എന്നൊന്നും കേട്ട് മകൾ പേടിക്കണ്ട, അതിലെന്താ മനസ്സിലായത് അത്രമാത്രം ഉദ്ദേശിച്ച കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തിൽ നിന്നും, അതായത് ഉദ്ദേശിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം മക്കൾ വായിച്ചപ്പോൾ രൂരുവിന്റെ ക്യാരക്ടറിനെ കുറിച്ച്, രൂരുവിന്റെ സ്വഭാവത്തിനെ കുറിച്ച്, സ്വഭാവത്തിന് എന്താ ഹിന്ദി പറയുന്നത്, ചരിത്രനെ കുറിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു സ്പെഷ്യാലിറ്റി, അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലായിട്ടുണ്ടാവും. അതെന്താണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയാം. എന്താണ് അവരെന്താണ്? നല്ല എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരുമായിട്ട് എന്താണ് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രൂരുവാണ്, കങ്കാരുവാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ അത് വെച്ച് നമ്മൾ പറയാണ്, നോക്കിക്കേ. രൂരു അപ്പനെ സഹജീവിയോ കോ പ്യാർ കർത്താ ഹേ. രൂരു തന്റെ സഹജീവി, സഹജീവി വെച്ചെന്താണ്? തന്റെ കൂടെയുള്ള ജീവികൾ കേട്ടോ. കൂടെയുള്ള സഹജീവി എന്ന് വെച്ചാൽ കൂടെയുള്ള ജീവിയാണ് കേട്ടോ. ജീവികളെ എന്ത് ചെയ്യുന്നു? പ്യാർ കർത്താ ഹേ, സ്നേഹിക്കുന്നു. അത് നമുക്ക് അറിയുന്ന സാധനമാണ് അല്ലേ, സ്നേഹിക്കുന്നു. മാത്രമല്ല സബ്കി സഹായത കർനെ കെ ലിയെ തയ്യാർ ഹേ. മാത്രമല്ല അവൻ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി, സഹായത കർണ എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. സിമ്പിൾ ആണ് അല്ലേ. എല്ലാവരെയും സ്നേഹിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യം എഴുതിയാൽ മതി. ഈ രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ട് തന്നെ മക്കൾ പഠിക്കണം. രൂരുവിന്റെ ചരിത്രം എന്താ എന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഈ 2 പോയിന്റ് എഴുതി വെക്കാം. സഹജീവികളെ പ്യാർ കർത്താ ഹേ, സ്നേഹിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു? സഹായത കർത്താ ഹേ, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഈ സൈഡിൽ തന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് എക്സാമിന്, ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ, ഇതെന്തായാലും പഠിച്ചോണേ എൻ്റെ മക്കള്, പഠിക്കാതെ പോകരുതേ. എന്തായാലും വരും, നിർബന്ധം, ഷുവർ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പൊ നോക്കി, എന്താണ് ഇവിടെ കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. ഇവരുടെ കുട്ടികൾക്ക് എന്താണ് ഹിന്ദി പറയുന്നത് എന്നുള്ളതാണ്. കങ്കാരുടെ കുട്ടിക്ക് രൂരു എന്ന് മക്കൾ എഴുതി വെക്കാൻ പാടില്ല. കങ്കാരുടെ കുട്ടിക്ക് എന്താ ഹിന്ദിയിൽ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ജോയ്സ് എന്നാണ് പറയാ. ഇംഗ്ലീഷിൽ നമ്മൾ അത് തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പം ജോയ്സ് എന്നുള്ളത്, കങ്കാരുടെ കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതേണ്ട പേരെന്താണ്? ജോയ്സ് ആണ്. ഇത് ശരിക്കും മക്കൾക്ക് ചിലപ്പോൾ ബോക്സ് ഒക്കെ ആയിട്ട് മാത്സ് ഫോളോവിങ് ആയിട്ടാണ് വരാൻ ചാൻസ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് പഠിക്കണം. ഓക്കെ, അടുത്ത ആരാണ്? കുത്ത. കുത്ത നായയാണ് അല്ലേ. നായയുടെ കുട്ടിക്ക് നമ്മൾ എന്തായിരുന്നു പറയാ? നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ആരായിരുന്നു? പിള്ളയാണ്. മക്കൾക്ക് അറിയാലേ, പിള്ളയാണ്. അതെ, പിള്ള എന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, കറക്റ്റ് ആണ്, പിള്ള തന്നെയാണ്. തെറ്റിക്കരുത്, ഇത് ഒരിക്കലും തെറ്റിക്കരുത്, എഴുതി പഠിക്കണം കേട്ടോ. പിന്നെ അടുത്തത് ആരാണ്? പൂച്ചനെ തന്നിട്ടുണ്ട്. പൂച്ച ബില്ലിയാണ് അല്ലേ. ബില്ലിയുടെ കുട്ടിക്ക് എന്താ പറയാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ബിലൗട്ട എന്നാണ് പറയുന്നത്. ബിലൗട്ട എന്ന് എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കണേ. നോക്കിക്കേ, ബിലൗട്ട എന്നാണ് എഴുതുന്നത്. ബിലൗട്ട, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരിക്കലും വരുത്തരുത്. ബിലൗട്ട എന്ന് എഴുതി പഠിച്ചോളാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ആരെയാണ് തന്നേക്കുന്നത്? കോഴിയാണ് തന്നിട്ടുള്ളത്, മുർഗീനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. മുർഗിയുടെ കുട്ടിക്ക് നമ്മൾ എന്താ പറയാന്നറിയോ? ഓക്കെ, നമുക്ക് വേറെ കളർ ഇട്ടേക്കാം. നോക്കിക്കേ, മുർഗിയുടെ കുട്ടിക്ക് നമ്മൾ എന്താ പറയുന്നത്? ചൂസ. ചൂസ എന്നാണ് പറയുന്നത്. നല്ല പേര് അല്ലേ. ച എഴുതുന്നു, ചു എഴുതുന്നു. ജാടെ അടിയിൽ കുത്തിട്ടതിന് നമ്മൾ സ എന്നുള്ളതാണ് വായിക്കുക കേട്ടോ. സ എന്നുള്ള വാക്കാണ്. ഇതെന്താ വായിക്കുന്നത്? ചൂസ. ചൂസ എന്നാണ് വായിക്കുന്നത് കേട്ടോ. ചൂസ എന്ന് വെച്ചാൽ എന്താണ്? കോഴിക്കുട്ടികൾക്ക് നമ്മൾ പറയുന്ന ചൂസ എന്നാണ് കേട്ടോ. മറന്നു പോകരുത്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. ഓക്കെ, ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഓണം എക്സാമിലേക്ക്. അപ്പൊ നന്നായിട്ട് മക്കള് ഓണം എക്സാമിലേക്ക് വേണ്ടി ഇത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളാം. ടാറ്റാ, ബൈ ബൈ.